അടിപൊളി 100 കോടി ക്ലബിലെത്താൻ പറ്റാവുന്ന ഒരു പടം തന്നെ. ക്ലൈമാക്സ് അടിപൊളിയാണ്. ക്ലൈമാക്സ് ടൈലന്റ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. 100 കോടി 300 അതുക്കും ഹായ് ഗൈസ്, ദിസ് മേക്കോ മീഡിയ. മമ്മൂട്ടി കമ്പനിയുടെ സ്വന്തം ടർബോ റിലീസ് ആയിരിക്കാണ്. മമ്മൂക്കയുടെ കിൻഡിലടിയുടെ പവർ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. കമോൺ. പടം എങ്ങനെയുണ്ട്? മമ്മൂക്ക ഷോ പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? മമ്മൂക്ക ഷോ പടം എങ്ങനെയുണ്ടായിരുന്നു? 72 കഴിഞ്ഞ പടം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പടം. മമ്മൂക്കയുടെ ഷോ പിന്നല്ല പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം മമ്മൂക്കയുടെ ഷോ പടം എങ്ങനെയായിരുന്നു? മമ്മൂക്ക തകർത്ത ഒരു രക്ഷയില്ല. പടം എങ്ങനെയായിരുന്നു? പടം എങ്ങനെയായിരുന്നു? മമ്മൂക്കയുടെ ഷോ തകർത്ത്. എന്താ പറയണത്? ഫുൾ മാസ്. എങ്ങനെയുണ്ട് പടം? മൊത്തത്തില് 72 അഴിഞ്ഞാട്ടം. പിന്നെ സൂപ്പർ ബമ്പർ കിൻഡിലടി 100 കോടി 300 അതുക്കും മേലെ. അങ്ങനെ മൊത്തം കഥ എങ്ങനെയുണ്ടായിരുന്നു? വെറും മാസ് മാത്രം, അതിന് സ്റ്റോറി ലൈൻ വേണം. മമ്മൂട്ടിയുടെ മാസ് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് ഫുൾ മമ്മൂട്ടി സാഗൻ. ഫസ്റ്റ് ഹാഫ് ആവറേജ്, ഫുൾ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു? മിഥുൻ മേനോന്റെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു? ഡ്രൈവിംഗ് ഷോ മെഗാ ഷോ. മ്യൂസിക്കും കാര്യങ്ങളും, മ്യൂസിക്കും കയ്യടിച്ച് മരിച്ച്. പടം അടിപൊളിയാണ്. അടിപൊളി. മമ്മൂക്കയുടെ ഷോ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെയുണ്ട്. മൊത്തം മാസ് കിൻഡിലടി ഉണ്ടായിരുന്നു. അടി തന്നെ സൂപ്പർ. കയ്യടി ഫാൻസിനെ ആഘോഷിക്കാനുള്ള ഫാൻസിന് ഭയങ്കര ആഘോഷിക്കാനുള്ള ഒരു സിനിമ ഭയങ്കരമായിട്ട്. പിന്നെ ക്ലൈമാക്സ് അടിപൊളിയാണ്. ക്ലൈമാക്സ് ടൈലന്റ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ബീജും കാര്യങ്ങളൊക്കെ ബിജിഎം ഒക്കെ നൈസാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണ്, പക്ഷെ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി എൻഗേജ്ഡ് ആണ് സെക്കൻഡ് ഹാഫിലാണ്. പിന്നെ മിഥുൻ മേനോന്റെ സ്റ്റോറി ലൈൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സ്റ്റോറി ലൈനെ കുറിച്ച് കഥയൊന്നും പറയാനില്ല, കാരണം അതൊക്കെ നമ്മള് നോർമലി കണ്ട ഒരു സാധാരണ കണ്ട കഥ തന്നെയാണ്. ആ സിനിമകളിൽ കാണുന്ന അതെ, സെയിം തന്നെയാണ്. അതിനപ്പുറം മമ്മൂട്ടിയുടെ ഷോ ഉണ്ട്. പിന്നെ ബിജിഎം ഒക്കെ ഭയങ്കരമായിട്ട് ഫാൻസിനെ ആഘോഷിക്കാനുള്ള ഇഷ്ടം പോലെ. 100 കോടി ആദ്യം 100 കോടി 100 കോടി ഒന്നും നമുക്ക് പറയാനില്ല, പക്ഷെ അടിപൊളിയായിരിക്കും. എങ്ങനെയാണ് പടം? കുഴപ്പമില്ല, മമ്മൂക്കയുടെ അടിപൊളി. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? അടിപൊളി പടം. വൈശാഖ് സാറിന്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും പടത്തിനെ പറ്റി പറഞ്ഞു. ഡയറക്ഷനെ പറ്റി ഡയറക്ഷൻ ഭയങ്കര കട്ടിങ്സും നല്ല സ്പീഡ് ഷോട്ട്സുകളും, അതേപോലെ തന്നെ നമ്മള് പിന്നെ പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഏരിയൽ ഷോട്ട്സ് മറ്റേ അതുപോലെ തന്നെ മറ്റേ പല ആംഗിളിൽ നിന്നുള്ള ഒരുപാട് ക്യാമറകൾ വർക്ക് ചെയ്തമാതിരിയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരുന്നുണ്ട്. ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. ഇംഗ്ലീഷ് ഫിലിം കാണുന്ന പോലുള്ള മേക്കിംഗ് ഒക്കെ ഉഷാറായിട്ട്. ബിജിഎം പറയാതിരിക്കാൻ വയ്യ. പിന്നെ ആ കുട്ടിയുടെ പെർഫോമൻസ് എക്സലന്റ്. ബാക്കി എല്ലാവരും മമ്മൂക്കയുടെ ഷോ മൊത്തത്തിൽ വൈറലായി. ബാക്കി മമ്മൂക്കയുടെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നായിക ബിന്ദു പണിക്കരുണ്ട് പ്രധാനപ്പെട്ട റോൾ. ബിന്ദു പണിക്കര് പിന്നെ പറയാതിരിക്കാൻ വയ്യ, കാരണം ബിന്ദു പണിക്കർ അസാധ്യ അഭിനയാണ്. വളരെ പിന്നെ അതിന്റെ ആക്ഷനും കോൺസെൻട്രേഷനും ടൈമിങ്ങും ഒറിജിനലും റിതും എല്ലാം കൂടെ സമന്വയിപ്പിച്ച് ചെയ്തിട്ടുള്ള ഒരു ശക്തമായ കഥാപാത്രം. സ്റ്റോറി എങ്ങനെയുണ്ട്? സാധാരണ മാസിന് പറഞ്ഞ അടിയല്ലേ മൊത്തത്തിൽ? സ്റ്റോറി എന്താണെങ്കിലും സെക്കൻഡ് ഹാഫിനുള്ള ഒരു വകുപ്പും കൂടെ വെച്ചിട്ടാണ് പടം നിർത്തിയിരിക്കുന്നത്. പക്ഷെ എങ്കിലും അതിന്റെ ബിജിഎമ്മും അതുപോലെ തന്നെ മറ്റേ മേക്കിങ്ങും ഒക്കെ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലില് വളരെ കഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ആണോ അതോ സെക്കൻഡ് ഹാഫ് ആണോ കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിരിക്കുന്നത് സെക്കൻഡ് ഹാഫ് ആണ്. ഫസ്റ്റ് ഹാഫ് നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു എൻട്രി മാത്രമേ. പിന്നെ നമുക്കൊരു റിയാലിറ്റി ആണോ സിനിമാറ്റിക് ആണോ പിന്നെ ഏത് ഓഡിയൻസിനും കാണാൻ പറ്റുന്ന രീതിയിൽ സമന്വയിച്ച് കൊണ്ടുള്ള ഒരു സിനിമ തന്നെയാണ് അത്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ കണ്ടിരിക്കുന്ന ഫാൻസിന്റെ പടമാണ് മൊത്തത്തിൽ. ഫാൻസിന്റെ പടമാണ്. യൂത്തിനും ഞാൻ ഈ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് യൂത്തിനും ചൈൽഡിനും അതേമാതിരി തന്നെ ഫാമിലി ഓഡിയൻസിനും
എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് കണ്ട് അതായത് രസിക്കാം. എല്ലാ ഏജിൽപ്പെട്ടവർക്കും വന്ന് എല്ലാ ആഘോഷിക്കാനുള്ള ഏജിൽപ്പെട്ട എല്ലാവർക്കും, കാരണം ബിന്ദു പണിക്കരുടെയൊക്കെ ആ ഒരു ക്യാരക്ടർ, ആ റോള് ശരിക്കും കുടുംബിനികൾക്കും ഫാമിലി ഓഡിയൻസിനും കുറച്ച് വൃദ്ധരായിട്ടുള്ള ആളുകൾക്കൊക്കെ വന്നിരുന്ന് കണ്ടിരിക്കാൻ പറ്റുന്നതും, മമ്മൂട്ടിയുടെ പിന്നെ സമയ സന്ദർഭം അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന യൂത്തും ഏത് രീതിയിലും അഭിനയിപ്പിക്കാൻ പറ്റുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്ടിംഗ് ആണ് അദ്ദേഹത്തിന്റെ. അപ്പൊ വില്ലൻ എങ്ങനെയായിരുന്നു ഇപ്പൊ കന്നഡയിൽ നിന്ന് വില്ലൻ പെർഫോമൻസും കാര്യങ്ങളും അസാധ്യ പെർഫോമൻസ് കേട്ടോ, ഭയങ്കര ലളിതം സുന്ദരം എന്നാണ് ആ വില്ലനെ കുറിച്ച് നമുക്ക് സൈലന്റ് ആയിട്ട് വന്ന് തൂക്കുന്ന പോലെ. സൈലന്റ് ആയി വരുന്ന, വളരെ മൈന്യൂട്ടായിട്ട്, എന്നാൽ നമുക്ക് ഒരു ഭയങ്കര ഭീകരത്വം തോന്നാത്ത രീതിയിൽ മൈന്യൂട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, എന്നാൽ ഒരു വെറുപ്പ് തോന്നുകയും എന്നാൽ സ്നേഹിക്കാൻ തോന്നുന്ന വില്ലനും കൂടി ആയിട്ടുള്ള ഒരു അത്തരത്തിലുള്ള കഥാപാത്രത്തിലുള്ള ഒരു കഥാപാത്രമാണ്. ഒരു പൊക്കോ വില്ലൻ, അങ്ങനെ നമുക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വില്ലനാണ് യഥാർത്ഥത്തില്. കാരണം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ കണ്ടപ്പോൾ യഥാർത്ഥത്തില് വില്ലനാണെങ്കിലും നമുക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വില്ലനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ മമ്മൂട്ടി മെഗാ ഷോ ഓൾമോസ്റ്റ് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന അടിപൊളി 100 കോടി ക്ലബിൽ എത്താൻ പറ്റാവുന്ന ഒരു പടം തന്നെ ടർബോ എന്ന് വേണമെങ്കിൽ പറയാം.